എന്തായാലും മനോരമ ധും എന്ന് പറഞ്ഞിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് കൂടിയാണ്. ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു എന്നാന്ന് വായിച്ചേ. കേരള രാഷ്ട്രീയം ഇപ്പോൾ ഏതാണ്ട് ആഘാതത്തിലാണ്. പത്രക്കാരെ കൊണ്ട് തോറ്റു. കേന്ദ്ര സർക്കാർ പൂർണ്ണമായും നടപ്പിലാക്കുന്ന ഒരു റോഡ് വികസന പദ്ധതിയാണ് ദേശീയപാത 66. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. മുംബൈക്ക് സമീപമുള്ള പൻവേലിൽ നിന്നും തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ പോകുന്ന ഈ ദേശീയപാത ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് കർണാടകയിലും കേരളത്തിലുമാണ്. സംഘടിതമായ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ച് എതിർക്കുന്നത് കൊണ്ട് തന്നെ വീതിയുള്ള റോഡുകൾ ഇവിടെ ഒരിക്കലും സാധിക്കാതെ പോയി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. വന്നതോടെ പിണറായിയുടെ CPM അധികാരത്തിൽ വന്നതോടെ അവർ സമരമുഖത്തു നിന്ന് മാറി നിന്നതോടെ ദേശീയപാത യാഥാർത്ഥ്യമായി. CPM എന്ന രാഷ്ട്രീയ പാർട്ടി ഈ ദേശീയപാത വികസനത്തിന് ചെയ്ത ഏറ്റവും വലിയ സേവനം അവർ അധികാരത്തിലായതുകൊണ്ട് സമരം നടത്തിയില്ല എന്ന് മാത്രമാണ്. സ്വാഭാവികം. എല്ലാ വികസനങ്ങൾക്കും തുരങ്കം വയ്ക്കുന്നത് CPMന്റെ കൊടിയാണെന്ന് ഈ നാട്ടുകാർക്കറിയാം. അങ്ങനെ പറയരുത്. ആ കൊടി ഭരണത്തിരക്കിലായപ്പോൾ അവർക്ക് പ്രതിഷേധിക്കാൻ നേരമില്ലാതെ പോയതുകൊണ്ട് ദേശീയപാത വികസനം ദ്രുതഗതിയിൽ നടന്നു. റോഡ് വികസനം ഈ വർഷവും അടുത്ത വർഷവും കൊണ്ട് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലെത്തിയപ്പോൾ അവകാശവാദവുമായി ആദ്യം രംഗത്തെത്തിയത് CPM ആണ്. തനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല സാർ, ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എന്റെ പാർട്ടിക്കും വേണം. ഈ സർക്കാരിന് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഈ ദേശീയപാതയുടെ കാര്യത്തിൽ ഇല്ലെങ്കിലും അത് അവരുടെ സ്വപ്ന പദ്ധതിയായി അവർ നിർമ്മിച്ചതായി അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ദേശീയപാത നിർമ്മാണത്തിന് മുഴുവൻ ചെലവും വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അത് ഡിസൈൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും ടെൻഡർ കൊടുക്കുന്നതും ടെൻഡർ മാനേജ് ചെയ്യുന്നതും ഒക്കെ കേന്ദ്ര സർക്കാരാണ്. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ? കേരള സർക്കാരിന് ആകെയുള്ള പണി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ മൊത്തം ചെലവിന്റെ 25% കൊടുക്കുകയാണ്. റോഡ് നിർമ്മാണത്തിന് 1 രൂപ പോലും കൊടുക്കണ്ട. ഭയങ്കരം തന്നെ. ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിനുവേണ്ടി കൊടുക്കേണ്ടി വരുന്ന നഷ്ടപരിഹാര തുകയുടെ 25% കൊടുക്കണം. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഓക്രിത്രം പറഞ്ഞാണല്ലോ ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. ബാക്കി 75% കേന്ദ്രമാണ് കൊടുക്കുന്നത്. കേരളത്തിൽ സ്ഥലവില മറ്റിടങ്ങളിലേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയൊരു വിട്ടുവീഴ്ച വേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചയൊക്കെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് 25% തുക കൊടുക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ ഇത് തങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രിയും കഴിഞ്ഞ കുറെ കാലമായി രംഗത്ത് വരുന്നു. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ദേശീയപാത അവരുടേതാണ് എന്ന് ഇവിടുത്തെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വലിയ പ്രചരണം നടത്തുന്നു. മുഹമ്മദ് റിയാസ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഓരോ സ്ട്രെച്ചിലും താൻ പലതവണ യാത്ര ചെയ്യുന്നതും പരിശോധിക്കുന്നതും ചർച്ച നടത്തുന്നതും അങ്ങനെ ഇത് വിജയത്തിലെത്തിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് തള്ളിക്കൊണ്ടേയിരിക്കുന്നു. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ മുൻകൈയെടുത്ത് പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു. കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണാം. സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ മുഹമ്മദ് റിയാസ് വന്നാൽ പണിക്കാർ ഒരുപക്ഷെ ബഹുമാനിച്ചെന്ന് വരാം. വാസു വാസു എന്നിട്ടും ഇത് തങ്ങളാണ് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഇത്തരം സന്ദർശനങ്ങൾ നടത്തുകയും ആ സന്ദർശനങ്ങളുടെ വീഡിയോയും വാർത്തയും ഒക്കെ മാധ്യമങ്ങൾ കൊടുക്കുകയും മാസവും ഞങ്ങൾ ഇതിന്റെ റിവ്യൂ നടത്തിയിരുന്നു. അരുൺകുമാറിനെ പോലുള്ളവരെ ഡോക്ടർ എന്ന് 5-6 തവണ വിളിക്കുകയും ചെയ്ത് അവർ അതിന്റെ അട്ടിപ്പേറവകാശം മുഹമ്മദ് റിയാസിന് കൊടുക്കുകയും ചെയ്ത് ഇത് സർക്കാരിന്റെ നേട്ടമായി കൊണ്ടാഘോഷിക്കുകയാണ്. അതിന് ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം ഡോക്ടർ അരുൺ. വടകരയിൽ നിന്നും നേരത്തെ തലശ്ശേരി എത്താൻ 24 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ യാത്ര ചെയ്യാൻ 1.5 മണിക്കൂർ പിടിക്കും. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ കൊണ്ടാഘോഷിക്കുകയാണ്. അതിനിടയിലാണ് അശനിപാതം പോലെ ദേശീയപാത ഇടിഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വരുന്നത്. ഏതാണ്ട് 4 ആൾ പൊക്കത്തിൽ താഴത്തേക്ക് ഈ റോഡ് ഹൈവേ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? ഏറ്റവും രസകരമായ സംഗതി അതല്ല,
ദേശീയപാത ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ ഇതിന്റെ അവകാശവാദവും ക്രെഡിറ്റും ഏറ്റെടുത്തിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസും അമ്മായിയപ്പൻ പിണറായി വിജയനും അവരുടെ പാർട്ടിയും സർക്കാരും സോഷ്യൽ മീഡിയയും ഒക്കെ ഓടിയൊളിച്ചു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. അപകടമുണ്ടായതോടെ ഇനി അതിന്റെ ക്രെഡിറ്റ് മോദി എടുത്തോട്ടെ എന്ന നിലപാടിലേക്ക് മാറി. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷ പോലും എഴുതാത്ത ഈ മേനോൻ സാറിന് എന്തൊക്കെ പരീക്ഷണങ്ങളാ നേരിടേണ്ടി വരുന്നു എന്ന് ആലോചിച്ച് നോക്കി. സത്യമാക്കാൻ സഹകരിച്ച ഒരു ടീമായി നിന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു. വെറും വാഗ്ദാനം കിട്ടുകയില്ല, അതുകൂടെ മനസ്സിലായില്ലേ? എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ടു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ നിൽക്കണം. എങ്ങനെ ഇങ്ങനെ അപ്പൊ കാണാം. സീ യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ.